ബഹുമാനായ ജില്ലാ അമീർ, എറണാകുളം ജില്ലാ അമീർ ബക്കർ സാഹിബ്, തിരുവനന്തപുരം ചാപ്റ്റർ പ്രസിഡന്റ് മുസഫർ അഹമ്മദ് സാഹിബ് എന്നിവരെയും കൂടി വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. മുഖ്യ പ്രഭാഷണം നടത്തുന്നതിനായി ബഹുമാനായ സുൽത്താൻ നസീർ സാഹിബ് അവരുടെ ക്ഷണിച്ചുകൊള്ളുന്നു. വിശുദ്ധ ഖുർആൻ പാരായണത്തിന് ചടങ്ങ് ആരംഭിക്കുന്നതിന് മുമ്പുള്ള വിശുദ്ധ ഖുർആൻ പാരായണം തിലാവത്തിനായി ബഹുമാനായ നിഷാദ് അസീസ് സാഹിബിനെ ക്ഷണിച്ചുകൊള്ളുന്നു. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا كونوا قوامين لله شهداء بالقسط ولا يجرمنكم شنآن قوم على ألا تعدلوا اعدلوا هو أقرب للتقوى واتقوا الله إن الله خبير بما تعملون وعد الله الذين آمنوا. തർജ്ജമ ഇപ്രകാരമാണ്: പരമകാരുണികനും കരുണാമയനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. വിശ്വസിച്ചവരെ, നിങ്ങൾ നീതിക്ക് സാക്ഷ്യം വഹിക്കുന്നവരായി അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുക. ഒരു സമുദായത്തിൻ്റെ വിരോധം അവരോട് നീതി പാലിക്കാതിരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. നിങ്ങളെപ്പോഴും നീതി പാലിക്കുക. അത് ദൈവഭക്തിയുമായി ഏറ്റവും അടുത്തതാണ്. നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുക. തീർച്ചയായും അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് സൂക്ഷ്മമായി അറിവുള്ളവനാണ്. വിശ്വസിക്കുകയും സൽപ്രവൃത്തികൾ ചെയ്യുകയും ചെയ്തവരോട് അവർക്ക് പാപപ്പൊറുതിയും മഹത്തായ പ്രതിഫലമുണ്ടെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. നന്ദി നിഷാദ് സാഹിബ്. മുഖ്യ പ്രസംഗം നിർവഹിക്കുന്നതിനായി മൗലവി സുൽത്താൻ നസീർ സാഹിബ് അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. വേദിയിൽ ഉപവിഷ്ടരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സ്നേഹാദരങ്ങൾ നിറഞ്ഞ ശ്രോതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സർവശക്തനായ ദൈവത്തിൻ്റെ ശാന്തിയും സമാധാനവും അനുഗ്രഹങ്ങളും നിങ്ങളുടെ എല്ലാവരുടെയും മേലെപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ ആഗോള നേതാവ് ഹസ്രത്ത് മീർസ മസ്റൂർ അഹമ്മദ് സാഹിബിൻ്റെ ഗ്രന്ഥമായ ആഗോള പ്രതിസന്ധിയും സമാധാനത്തിലേക്കുള്ള പാതയും എന്ന ഗ്രന്ഥത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇന്ന് ഏകദേശം 200-ലധികം രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു ആത്മീയ ഇസ്ലാമിക പ്രസ്ഥാനമാണ് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത്. 1889 ഇന്ത്യയിൽ പഞ്ചാബിലാണ് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് സ്ഥാപിതമായത്. അശാന്തിയുടെയും അസമാധാനത്തിൻ്റെയും ഛിദ്രതയുടെയും ശൈഥല്യത്തിൻ്റെയും ഈ ഒരു കാലഘട്ടത്തിൽ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശവുമായി, അതല്ലെങ്കിൽ മനുഷ്യരോട് അല്ലെങ്കിൽ സൃഷ്ടികളോടുള്ള കടമകൾ നിർവഹിക്കുന്നവരും അതുപോലെ തന്നെ സൃഷ്ടാവിനോടുള്ള കടമകൾ നിർവഹിക്കുന്നവരാക്കി തീർക്കുന്നതിന് വേണ്ടി ദൈവം എന്നെ നിയോഗിച്ചയച്ചിരിക്കുന്നു എന്ന് വാദിച്ച ഹസ്രത്ത് മീർസ ഗുലാം അഹമ്മദ് ഖാദിയാനിയാണ് ഈ ജമാഅത്ത് സ്ഥാപിച്ചത്. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ ആഗോള നേതാവ് വിവിധ പാർലമെൻറ്റുകളിൽ നടത്തിയ പ്രഭാഷണങ്ങൾ, അതുപോലെ തന്നെ സമാധാന സമ്മേളനങ്ങളിൽ അദ്ദേഹം നടത്തിയ പ്രഭാഷണങ്ങൾ, അതുപോലെ ലോക നേതാക്കന്മാർക്ക് ആഗോള സാഹചര്യവും അതിൽ നിന്ന് ലോകത്തെ എങ്ങനെ ഈ ഒരു കാലഘട്ടത്തിലെ സങ്കീർണമായ ഈ അവസ്ഥകളിൽ നിന്ന് ലോകത്തെ എങ്ങനെ രക്ഷിക്കാം, നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ എന്തൊക്കെയാണ് എന്ന് അവരോട് പറഞ്ഞുകൊണ്ട് അവർക്കയച്ച കത്തുകളുടെ ഒക്കെ സമാഹാരമാണ് ഈ ഗ്രന്ഥം എന്ന് പറയുന്നത്. ഈ ഗ്രന്ഥത്തെ നമ്മൾ അതിൻ്റെ രത്നച്ചുരുക്കത്തിലേക്ക് കടക്കുകയാണ് എങ്കിൽ അതിൽ പ്രധാനമായും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ന് ലോകത്ത് എല്ലായിടത്തും തന്നെ സംഘർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സംഘർഷങ്ങളെല്ലാം തന്നെ
അവസാനം അതിൻ്റെ പരിണിത ഫലം എന്ന് പറയുന്നത് ഒരു മൂന്നാം ലോക മഹായുദ്ധമായിരിക്കും എന്നുള്ള ഒരു താക്കീത് അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പാണ് ഈ ഗ്രന്ഥം മുന്നോട്ട് വെക്കുന്ന അതിപ്രധാനമായ അതിൻ്റെ കേന്ദ്രബിന്ദു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, ഇന്ന് ലോകത്ത് എല്ലായിടത്തും തന്നെ പ്രശ്നങ്ങളും കുഴപ്പങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ ആഗോള നേതാവായ ഹസ്രത്ത് മിർസ മസ്റൂർ അഹമ്മദ് സാഹിബ് കഴിഞ്ഞ 20 വർഷമായി, അത് 2 പതിറ്റാണ്ട് കാലമായി ലോകം ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന ഈ സാഹചര്യത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു എന്നുള്ളതുകൂടി ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. കാരണം 20 വർഷങ്ങൾക്ക് മുമ്പ് ലോകം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹം അതിനെക്കുറിച്ച് മുന്നറിയിപ്പുകൾ നൽകിയ സമയത്ത് പലപ്പോഴും തന്നെ ലോകത്തുള്ള പല ആളുകളും അതിനെ വളരെ ആശ്ചര്യത്തോടു കൂടിയാണ് നോക്കിക്കണ്ടത്. ഇതങ്ങേയറ്റം അതിശയോക്തി കലർത്തിക്കൊണ്ട് പറയുന്ന ഒരു കാര്യമാണ് എന്ന് ചിലർ അഭിപ്രായപ്പെട്ടപ്പോൾ, ഇങ്ങനെ ഒരു സാഹചര്യം എങ്ങനെ ലോകത്ത് ഉടലെടുക്കാനാണ് എന്നുകൂടി ചിലർ പറയുകയുണ്ടായി. കാരണം 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങളുടെ അതിൻ്റെ തീക്ഷ്ണത അല്ലെങ്കിൽ അതിൻ്റെ തീവ്രതയെക്കുറിച്ച് ലോകത്തിന് അറിയാവുന്നതാണ്. അതുപോലെ തന്നെ യുദ്ധത്തിനെതിരായിക്കൊണ്ടുള്ള ഒരു മനസ്സ് ലോകത്ത് രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ലോകം എപ്പോഴും ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. അപ്പം അതുകൊണ്ട് ഇത്ര രൂക്ഷമായ ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് എങ്ങനെ ലോകം എത്തിച്ചേരും എന്ന് പലരും ആശ്ചര്യം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷെ പിന്നീട് നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത്, ഗ്രന്ഥകാരൻ യഥാർത്ഥത്തിൽ അത് ഗ്രന്ഥം എന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളാണ്. ആ ഗ്രന്ഥകാരൻ എത്രമാത്രം ദീർഘദൃഷ്ടിയോടുകൂടിയാണ് ഈ കാര്യത്തെ കണ്ടത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹം ഇത് പറയുമ്പോൾ ഇത് അതിശയോക്തിയാണെന്നും അതല്ലെങ്കിൽ ഇത് അസാധ്യമാണ് എന്ന് പറഞ്ഞിരുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്ന് 2008 ലോകത്ത് നമ്മൾ പ്രസിദ്ധമായിരിക്കുന്ന ആഗോള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുകയും ആ പ്രതിസന്ധിക്ക് ശേഷം ലോകത്ത് അതിനെ വിലയിരുത്തപ്പെട്ടത് ഇത് ലോകമഹായുദ്ധങ്ങൾക്കും മുമ്പ് നടന്ന അതേ സാമ്പത്തിക പ്രതിസന്ധിയുമായി സാമ്യമുള്ളതാണ്, താദാത്മ്യം പുലർത്തുന്നതാണ്. അതുകൊണ്ട് ഇതിൻ്റെ പരിണിത ഫലം എന്ന് പറയുന്നത് ലോകം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നടന്നു നീങ്ങുകയായിരിക്കും എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ കാണുന്നത് 2008 ശേഷം തുടർച്ചയായി ലോകത്തിൻ്റെ ഭാഗങ്ങളിൽ പ്രതിസന്ധികൾ ഉണ്ടാകുന്നു. 2011 അറബ് വസന്തം എന്ന പേരിൽ, അറബ് സ്പ്രിംഗ് എന്ന പേരിൽ മധ്യേഷ്യയിൽ പൂർണ്ണമായിട്ടും അരാജകത്വം ഉണ്ടാകുന്നു. പിന്നീട് ലോകത്ത് പല സ്ഥലങ്ങളിലായി ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങൾ ഉടലെടുക്കുകയും യുക്രൈൻ റഷ്യ പ്രശ്നം, ഇസ്രയേൽ പലസ്തീൻ പ്രശ്നം, ഇന്ന് ഒരു മൂന്നാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത് ആരുടെ മുമ്പിലും ഒരു അസാധ്യമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മെ ഒന്നും തന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമല്ലാതെ മാറിയിരിക്കുന്നു. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഗ്രന്ഥകാരൻ അതിലേക്ക് ഈ പ്രധാനമായും നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അങ്ങനെ ഒരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാവുകയാണ് എങ്കിൽ അത് മുൻകഴിഞ്ഞ യുദ്ധങ്ങളെ പോലെ ആയിരിക്കുകയില്ല, അതൊരാണവ യുദ്ധമായിരിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം, ഇതിനു മുമ്പ് 2 ലോക മഹായുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ യുദ്ധത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മളിൽ പലരും യുദ്ധത്തിൻ്റെ തീവ്രതയെക്കുറിച്ച് അറിയുന്നവരായിരിക്കുകയില്ല, അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെയും പലായനത്തിൻ്റെയും ഒന്നും വേദനകളും അതിൻ്റെ ദുഃഖങ്ങളും ഒന്നും അനുഭവിച്ച ആളുകളെ അല്ല നമ്മൾ. കാരണം യുദ്ധങ്ങൾ, ഇതിനു മുമ്പുണ്ടായ യുദ്ധങ്ങളെല്ലാം ഇപ്പോഴും തന്നെ സാമ്പ്രദായികമായിട്ടുള്ള യുദ്ധങ്ങളായിരിക്കുന്നു. പക്ഷെ ഇന്ന് നമുക്കറിയാം, ലോകം ഒരു ആഗോള ഗ്രാമമായി മാറിയിരിക്കുകയാണ്. അവിടെയാണ് കൊറോണ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു പാഠം എന്ന് പറയുന്നത്. ചൈനയിലെ നമ്മളിൽ നിന്ന് വിദൂരമായ ചൈനയിലെ ഒരു പ്രദേശത്തുണ്ടായ ഒരു കാര്യം പോലും അത് നമ്മുടെ രാജ്യത്തെയല്ല, നമ്മുടെ സമൂഹത്തെയല്ല, നമ്മുടെ ഓരോ വ്യക്തിയെയും ബാധിച്ച ഒരു പ്രശ്നമായി മാറുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ലോകം ഒരു ആഗോള ഗ്രാമമായി മാറിയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ലോകത്തിൻ്റെ ഏതെങ്കിലും കോണിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും നമ്മെ ഓരോരുത്തരെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഒരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകുമ്പോൾ അത് നമ്മെ ബാധിക്കുകയില്ല എന്നുള്ള ഒരു തെറ്റിദ്ധാരണയിലാണ് നമ്മൾ കഴിഞ്ഞുകൂടുന്നത് എങ്കിൽ അതും ഒരിക്കലും തന്നെ ആധുനിക സമൂഹത്തിന് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യം കൂടിയാണ് എന്നുകൂടി ഈ ഗ്രന്ഥകാരൻ ഗ്രന്ഥത്തിൽ സൂചന നൽകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഒരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകുമ്പോൾ അത് ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ടുകൂടിയാണ് അദ്ദേഹം ഈ ഒരു ഗ്രന്ഥത്തിൽ ഈ കാര്യം പറയുകയും ലോക നേതാക്കളെ ഈ കാര്യത്തിലേക്ക് അവരുടെ ശ്രദ്ധ ക്ഷണിക്കുകയും ഇതിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിന് വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയും അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള മാർഗങ്ങളെക്കുറിച്ച് അദ്ദേഹം വിവരിക്കുകയും ചെയ്യുന്നത്. കാരണം രണ്ടാം ലോക മഹായുദ്ധം, ഏറ്റവും വലിയ യുദ്ധം എന്ന് പറയുന്നത്, ലോകം കണ്ട ചരിത്രത്തിൽ കണ്ട ഏറ്റവും വലിയ യുദ്ധം എന്ന് പറയുന്നത് രണ്ടാം ലോക മഹായുദ്ധമാണ്. രണ്ടാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് പറയുന്നത് 62 ദശലക്ഷം, ആ ഔദ്യോഗികമായ കണക്കുകൾ പറയുന്നത് 62 ദശലക്ഷം ആളുകൾ അതിൽ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ പക്ഷേ നമ്മൾ നോക്കേണ്ട ഒരു കണക്കെന്ന് പറയുന്നത് അതിൽ 40 ദശലക്ഷം ആളുകളും സാധാരണ മനുഷ്യന്മാരായിരുന്നു എന്നുള്ളതാണ്. ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക വർഷിച്ച ആറ്റം ബോംബിൻ്റെ ആ ഒരു സംഭവത്തെ മാറ്റി നിർത്തുകയാണെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഒരു സാമ്പ്രദായിക യുദ്ധമായിരുന്നു. പട്ടാളക്കാർ തമ്മിൽ നേരിട്ട് യുദ്ധം ചെയ്യുന്നതായിരുന്നു. എന്നിട്ട് പോലും ഇത്രമാത്രം സിവിലിയൻസ്, ഇത്രമാത്രം സാധാരണ മനുഷ്യർ മരണപ്പെട്ടുവെങ്കിൽ ഇന്ന് ഹിരോഷിമയിലും നാഗസാക്കിയിലുമൊക്കെ പ്രയോഗിച്ച ആറ്റം ബോംബിനേക്കാൾ എത്രയോ ശക്തിയുള്ള ആറ്റം ബോംബുകൾ ചെറിയ ചെറിയ രാജ്യങ്ങളുടെ കൈകളിൽ പോലും ഉള്ള ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു മൂന്നാം ലോക മഹായുദ്ധം എത്രമാത്രം തീക്ഷ്ണമായിരിക്കുമെന്നും അത് എത്രമാത്രം വലിയ സാമൂഹിക പ്രത്യാഘാതമായി ആയിരിക്കും ലോകത്തുണ്ടാക്കുക എന്നും നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ പരിണിതഫലം എന്ന് പറയുന്നത് മനുഷ്യരാശിയെ തന്നെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെടും എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ചില പഠനങ്ങൾ പറയുന്ന 62% ആളുകൾ ഈ ലോകത്തു നിന്ന് ഇല്ലാതായിത്തീരും എന്നുള്ളതാണ്. ഇനി അതുമാത്രമല്ല, പിന്നീട് ജനിക്കാൻ പോകുന്ന കുട്ടികൾ, പിന്നീടുണ്ടാകുന്ന തലമുറകൾ, അവരുടെ ജീവിതവും വളരെയധികം ദുസ്സഹമായിരിക്കും എന്നുള്ളതാണ്. അപ്പം ഈ ഒരു കാര്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഇതിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിനും ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള മാർഗങ്ങളാണ് ഈ ഗ്രന്ഥം മുന്നോട്ട് വെക്കുന്നത്. അതിൽ ആ ഗ്രന്ഥകാരൻ എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇതൊരു മതത്തിൻ്റെ ഒരു പ്രശ്നമേ അല്ല, അല്ലെങ്കിൽ ഒരു മതത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല, മറിച്ച് മുഴുവൻ മാനവരാശിയെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രന്ഥകാരൻ ഇതിൽ എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള മാർഗം എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനമായ കാര്യമായി അദ്ദേഹം എടുത്തുദ്ധരിക്കുന്നത് സൃഷ്ടാവിനെ, ദൈവത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ്. അതെങ്ങനെ സാധ്യമാകും എന്നുള്ളത് ഒരു ചോദ്യമായിരിക്കാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മനുഷ്യരെല്ലാവരും തന്നെ സമാധാനം വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. എല്ലാവരും സമാധാനം ആഗ്രഹിക്കുന്നവരാണ്. സമാധാനം വേണം, ശാന്തി വേണം, അതേപോലെ തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വസ്ഥമായ സ്വൈര ജീവിതം വേണം എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും വേണ്ട എന്ന് പറയുന്ന ഒരാളും ഉണ്ടായിരിക്കുകയില്ല. പക്ഷെ അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, താത്വികമായി അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, സമാധാനം വേണം എന്ന് പറയുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് എനിക്ക് സമാധാനം വേണം, എൻ്റെ രാജ്യത്തിന് സമാധാനം വേണം, എൻ്റെ സമൂഹത്തിന്, എൻ്റെ കുടുംബത്തിന് സമാധാനം വേണം. അപ്പോൾ എല്ലാം തന്നെ സങ്കുചിതമായി എന്നിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. മറ്റുള്ളവർക്ക് എന്ത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ച് ഒരു ബോധമില്ലാത്ത സമൂഹമായി ആധുനിക സമൂഹം മാറിയിരിക്കുന്നു. എൻ്റെ സമാധാനം തകരുമ്പോൾ മാത്രമാണ് എനിക്ക് പ്രശ്നം, എൻ്റെ രാജ്യത്തിൻ്റെ സമാധാനം തകരുമ്പോൾ മാത്രമാണ് എനിക്ക് പ്രശ്നം. മറ്റുള്ളവരുടേത് ആർക്കും ഒരു വിഷയമല്ലാത്ത ഒരു സാഹചര്യമായി ഉടലെടുത്തിരിക്കുന്നു. ഇവിടെയാണ് എല്ലാവരെയും പരിപാലിക്കുന്ന, എല്ലാവർക്കും വായുവും വെള്ളവും ഒരു വിധത്തിലുള്ള വിവേചനവുമില്ലാത്ത ദൈവത്തെ മനുഷ്യൻ മനസ്സിലാക്കുകയും ആ ദൈവത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ദൈവിക ഗുണം മനുഷ്യൻ സ്വായത്തമാക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പരിണിത ഫലം എന്ന് പറയുന്നത് എല്ലാവർക്കും സമാധാനം ഉണ്ടാകണം എന്നുള്ള ആ അടിസ്ഥാന തത്വത്തിലേക്ക് മനുഷ്യൻ തിരിച്ചെത്തുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ഒരു കാര്യത്തെ അദ്ദേഹം വീണ്ടും വീണ്ടും ഈ ഗ്രന്ഥത്തിൽ അദ്ദേഹം എടുത്തു പറയുന്നത്. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത് നീതിയുടെ സ്ഥാപനത്തെക്കുറിച്ചാണ്. നീതി സ്ഥാപിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് അദ്ദേഹം പറയുന്നു. അവിടെ അദ്ദേഹം യൂറോപ്യൻ പാർലമെൻറ്റിൽ നടത്തിയ പ്രഭാഷണത്തിൽ ആ കാര്യത്തെക്കുറിച്ച് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്ന സുപ്രധാനമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വൻ രാജ്യങ്ങൾ അവരെല്ലായ്പ്പോഴും തന്നെ മറ്റ് രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നു. ആ ഇടപെടുന്നത് അവിടെ സമാധാനമില്ല, അവിടെ സ്വാതന്ത്ര്യമില്ല, അവിടെ വ്യക്തി സ്വാതന്ത്ര്യം നശിപ്പിക്കപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുകയും അവിടുത്തെ ഭരണകാര്യങ്ങളിൽ ഇടപെടുകയും പലപ്പോഴും ഭരണമാറ്റങ്ങൾക്ക് പോലും കാരണമായി തീരുകയും ചെയ്യുന്നു. എന്നാൽ അതേസമയം തന്നെ ഇതേ വൻ ശക്തികളുടെ സുഹൃത്ത് രാജ്യങ്ങൾ ചെയ്യുന്ന അനീതിക്ക് എതിരെ അവർ കണ്ണടക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പ് ഇത്
ലോകസമാധാനം തകർക്കപ്പെടും എന്ന് അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ അതിൻ്റെ മറ്റൊരു വശം എന്ന് പറയുന്നത്, ഒരു ഭാഗത്ത് ഈ എല്ലാ തീവ്രവാദത്തെയും ഞങ്ങൾ ഇല്ലായ്മ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ, മറുഭാഗത്ത് ഈ തീവ്രവാദ സംഘങ്ങൾക്ക് അല്ലെങ്കിൽ തീവ്രവാദികൾക്ക് ആയുധങ്ങൾ നൽകുകയും അവരുമായിട്ട് പ്രകൃതി വിഭവങ്ങളുമായുള്ള കച്ചവടങ്ങളിൽ അവർ ഏർപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പ് അത് എല്ലായ്പ്പോഴും തന്നെ ലോകസമാധാനത്തെ തകർക്കുന്നതാണ്. അദ്ദേഹം അമേരിക്കയിൽ നടത്തിയ പ്രസംഗത്തിൽ വീറ്റോ അധികാരത്തെക്കുറിച്ച്, വൻ ശക്തികളുടെ വീറ്റോ അധികാരത്തെക്കുറിച്ച് കൂടി എടുത്തു പറയുന്നുണ്ട്. അതും അനീതിയിൽ അധിഷ്ഠിതമായ ഒരു കാര്യമായിട്ട് എടുത്തുധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത്, അത് എല്ലായ്പ്പോഴും തന്നെ വീറ്റോ അധികാരം വൻ ശക്തികൾ ഉപയോഗിച്ചിട്ടുള്ളത് മർദ്ദിതരെ സഹായിക്കുന്നതിന് വേണ്ടിയല്ല, മറിച്ച് ആരാണോ അക്രമികളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് എന്നുകൂടി അദ്ദേഹം ആ ഗ്രന്ഥത്തിൽ എടുത്തു പറയുന്നുണ്ട്. അവിടെ അദ്ദേഹം പറയുന്ന വളരെ സുപ്രധാനമായ ഒരു കാര്യം എന്ന് പറയുന്നത്, അതുകൊണ്ട് നീതിക്ക് വേണ്ടി നമ്മളെപ്പോഴും ശബ്ദിച്ചു കൊണ്ടിരിക്കണം എന്നുള്ളതാണ്. നീതിക്ക് വേണ്ടി നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം, സമാധാനത്തിന് വേണ്ടി എപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം, എല്ലാ മേഖലയിലും നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കണം. അങ്ങനെ നമ്മൾ സംസാരിക്കുന്നില്ല എങ്കിൽ, നീതിക്ക് വേണ്ടി നമ്മൾ സംസാരിക്കുന്നില്ല എങ്കിൽ, മനുഷ്യൻ്റെ സമാധാനത്തിന് വേണ്ടി നമ്മൾ സംസാരിക്കുന്നില്ല എങ്കിൽ, നമ്മൾ സാഹോദര്യത്തിന് വേണ്ടി സംസാരിക്കുന്നില്ല എങ്കിൽ, മാനവിക മൂല്യങ്ങൾ നഷ്ടപ്പെട്ടവരായിട്ട് നമ്മൾ മാറുന്നതാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ മാനവിക മൂല്യങ്ങൾ നഷ്ടപ്പെടുകയും, അല്ലെങ്കിൽ മനുഷ്യൻ പുലർത്തേണ്ടതായിട്ടുള്ള ധാർമ്മിക ഉത്തരവാദിത്തങ്ങൾ മനുഷ്യ സമൂഹത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യുകയും അല്ലെങ്കിൽ ഇല്ലാതായി തീരുകയും ചെയ്യുകയാണ് എങ്കിൽ, അത്തരം സാഹചര്യത്തിൽ പിന്നീട് മനുഷ്യൻ്റെ ഭാവിയെ ദൈവിക വിധിയായിരിക്കും നിശ്ചയിക്കുക എന്നും, അത്തരം ഒരു ദൈവിക വിധിയെ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ രൂപത്തിൽ ഞാൻ കാണുന്നു എന്നുകൂടി അദ്ദേഹം ദീർഘദർശനം ചെയ്യുന്നുണ്ട്. പക്ഷേ വളരെ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം നടത്തിയ ഈ ഒരു ദീർഘദർശനം ഇന്ന് നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഈ ലോകത്തെ രക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. അപ്പോൾ സ്വാഭാവികമായും നിങ്ങളിൽ ചിലർ സംശയിച്ചേക്കാം, എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ആഗോള പ്രതിസന്ധിയെ, ഇത്തരത്തിലുള്ള വളരെ സങ്കീർണമായ ഒരു കാര്യത്തെ സാധാരണക്കാരായ നമുക്ക് അതിൽ എന്ത് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ നമ്മളുടെ മുമ്പിൽ ഇത് ചർച്ച ചെയ്യുന്നതിൻ്റെ പ്രസക്തി എന്ത് എന്നുള്ള ഒരു ചോദ്യം സ്വാഭാവികമായും നിങ്ങളുടെ മുമ്പിൽ ഉയർന്നു വന്നേക്കാം. അതിൻ്റെ ഉദ്ദേശവും അദ്ദേഹം ഈ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. അതായത് നമ്മൾ ഓരോ വ്യക്തിയിൽ നിന്നാണ് കുടുംബവും, കുടുംബത്തിൽ നിന്ന് സമൂഹവും, സമൂഹത്തിൽ നിന്ന് രാജ്യവും ഉണ്ടായിത്തീരുന്നു എന്നുള്ളതാണല്ലോ നമ്മുടെ കാഴ്ചപ്പാട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോ വ്യക്തിയും ആ വ്യക്തിയുടെ വൃത്തത്തിൽ നീതിക്ക് വേണ്ടി, സമാധാനത്തിനു വേണ്ടി, സാഹോദര്യത്തിനു വേണ്ടി, ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ഭാവി തലമുറയ്ക്ക് വേണ്ടി നിലകൊള്ളേണ്ടവരായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ വൃത്തത്തിൽ നീതിക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കണം. നീതിയുടെ സ്ഥാപനത്തിനു വേണ്ടി നമ്മൾ മുന്നോട്ടിറങ്ങുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആഗോള അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ നേതാവ് ലോകത്തിൻ്റെ മുമ്പിൽ നടത്തുന്ന ഒരു ആഹ്വാനം കൂടി ഇതാണ്. അതായത് ഓരോരുത്തരും അവരുടെ വൃത്തത്തിൽ നീതിക്കും സാഹോദര്യത്തിനും സമത്വത്തിനും വേണ്ടി നിലകൊള്ളുക. അങ്ങനെ നിങ്ങൾ നിലകൊള്ളുകയാണെങ്കിൽ, അങ്ങനെ നിങ്ങൾ നിൽക്കുകയാണ് എങ്കിൽ, ലോകം ഒന്നാകെ നീതിക്ക് വേണ്ടി ശബ്ദിക്കുന്നവരും നീതി ആഗ്രഹിക്കുന്നവരായി മാറുകയും ചെയ്യുന്നതാണ്. അത്തരം ഒരു സാഹചര്യത്തിൽ നമുക്ക് ലോകത്തെ ഈ വലിയ വിപത്തിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അത് കേവലം ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മോട് ചെയ്യുന്ന ഒരു നന്മ, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തോട് ചെയ്യുന്ന ഒരു നന്മ എന്നുള്ളത് മാത്രമല്ല, ഭാവി തലമുറയോട്, വരാനിരിക്കുന്ന തലമുറയോട് ചെയ്യുന്ന വലിയ ഒരു നന്മ കൂടിയായിരിക്കും. കാരണം വരാനിരിക്കുന്ന സമൂഹത്തിന്, വരാനിരിക്കുന്ന ലോകത്തിന് ഒരു നല്ല ലോകത്തെ, ശോഭനമായ ഒരു ഭാവിയെ, അല്ലെങ്കിൽ അവരുടെ വളർച്ചയും അവരുടെ ജീവിതവും പ്രദാനം ചെയ്യുന്ന ഒരു നല്ല ഭൂമിയെ, സ്വച്ഛമായ സുന്ദരമായ ഒരു ഭൂമിയെ സമർപ്പിക്കുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു പുസ്തകോത്സവത്തിലാണ്. നമ്മൾ ഗ്രന്ഥങ്ങളെക്കുറിച്ച് പഠിക്കുകയും കവിതകളെയും അതുപോലെ തന്നെ ഗ്രന്ഥങ്ങളുടെ അടിത്തട്ടിലെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള സാഹചര്യങ്ങളാണ് പുസ്തകോത്സവങ്ങൾ പലപ്പോഴും നമുക്ക് നൽകാറുള്ളത്. നമ്മുടെ മലയാളത്തിൽ തന്നെയുള്ള പ്രശസ്തനായ കവി വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ പോക്കിനെ കണ്ടുകൊണ്ട് പറയുകയുണ്ടായി, ഇനിയും മരിക്കാത്ത ഭൂമി, നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. ഈ ഭൂമിയുടെ അന്ന് ആ കാലഘട്ടത്തിൽ കവിയെ അലട്ടിയിരുന്ന ഭൗമികമായിരിക്കുന്ന, പ്രകൃതിപരമായിരിക്കുന്ന പ്രശ്നങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് എഴുതിയൊരു കവിതയാണ് അദ്ദേഹം. പക്ഷേ ഇന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത്, ഒരു ആണവ യുദ്ധമുണ്ടാവുകയാണെങ്കിൽ ഒരിക്കലും തന്നെ ഇത്തരത്തിൽ സുന്ദരമായ
ഇത്തരത്തിൽ മനോഹരമായ, ഇത്തരത്തിൽ ജീവിക്കുവാൻ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഗ്രഹത്തെ അല്ലെങ്കിൽ ഒരു ഭൂമിയെ നമുക്ക് നൽകുവാൻ സാധ്യമല്ല എന്നുള്ളതാണ്. ആ വരുന്ന തലമുറക്ക് അവരുടെ ജീവിതം അങ്ങേയറ്റം ദുസ്സഹമായിരിക്കുന്ന ഒരു ജീവിതം പ്രദാനം ചെയ്യുന്ന ഭൂമിയായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഭൂമിയുടെ മരണം ഒരു പക്ഷേ ഇങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി, ഒരാണവ യുദ്ധത്തിലൂടെ ഭൂമിയുടെ മരണം ആവാതിരിക്കാൻ വേണ്ടി കൂടി നമ്മൾ ഓരോരുത്തരും തന്നെ നമ്മുടെ വൃത്തത്തിൽ നിന്നുകൊണ്ട് നീതിക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, ശാന്തിക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കേണ്ടതാണ്. ഈ ഒരു ഉദ്ദേശത്തോടു കൂടി ആണ് ഈ ഒരു പുസ്തകം അത് വിവിധ സ്ഥലങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുകയും അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് എന്ന് പറയുന്ന 200-ലധികം രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരാഗോള പ്രസ്ഥാനം ഈ ഒരു അതിൻ്റെ നേതാവിൻ്റെ ഈ ആഹ്വാനത്തെ ഏറ്റെടുത്തുകൊണ്ട് ലോകത്ത് മുഴുവൻ ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുകയും ഈ ഒരു ഗ്രന്ഥം എന്ന് പറയുന്നത് 100 അടുത്ത ഭാഷകളിൽ തർജ്ജമ ചെയ്തുകൊണ്ട് പരിഭാഷപ്പെടുത്തിക്കൊണ്ട് ഈ സമൂഹത്തിലെ എല്ലാ തരത്തിലുള്ള ആളുകളിലേക്കും, അവർ ഉന്നത തലത്തിലുള്ള ആളുകളാകട്ടെ, അതല്ലെങ്കിൽ മധ്യവർത്തികളായിട്ടുള്ള സമൂഹമാകട്ടെ, സാധാരണക്കാർ എല്ലാവരിലേക്കും തന്നെ ഈ സന്ദേശം എത്തിച്ചുകൊണ്ട് ഭാവി തലമുറയോടും ഇന്ന് ജീവിച്ചിരിക്കുന്നവരോടും നമുക്ക് ചെയ്യേണ്ട നമ്മുടെ ഭാരിച്ച ഉത്തരവാദിത്വത്തെ ഈ ഗ്രന്ഥം ഏറ്റവും ഉത്തമമായ നിലയിൽ അഭിസംബോധന ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഗ്രന്ഥത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഭൂമിയിലെ ഭാവിയെ നിർണ്ണയിക്കാൻ സാധിക്കുന്ന, മനുഷ്യ സമൂഹത്തിൻ്റെ ഭാവിയെ നിർണ്ണയിക്കാൻ സാധിക്കുന്ന ഒരു ഗ്രന്ഥമായിരിക്കും ഇത്. അഥവാ ഈ ഗ്രന്ഥത്തെ ലോകം അതിൻ്റെ ഏറ്റവും അതിനെ എടുക്കേണ്ട പ്രാധാന്യത്തോടു കൂടി എടുക്കുകയും ആ കണ്ണുകളിലൂടെ അത് കാണുകയും അതിലൂടെ ഈ ഗ്രന്ഥത്തെ മനസ്സിലാക്കുകയും ചെയ്യാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഗ്രന്ഥത്തിൽ നൽകിയ മുന്നറിയിപ്പുകൾ, ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകപ്പെട്ടിരുന്നുവെന്നും അതിനെ അവഗണിച്ചതിൻ്റെ ഫലമായി ലോകം ഇന്ന് ഈ അവസ്ഥയിൽ എത്തിയിരിക്കുന്നു എന്ന നിലയിൽ ചരിത്രം ഈ ഗ്രന്ഥത്തെ തീർച്ചയായും ഓർമ്മിക്കുമെന്നുള്ള വിശ്വാസം കൂടി എനിക്കുണ്ട്. കാരണം അത്രമാത്രം സമകാലീന പ്രസക്തമായിരിക്കുന്ന, ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ് ഈ ഗ്രന്ഥം ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മളോടും അതുപോലെ തന്നെ സമൂഹത്തോടുമുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ സാധിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ വാക്കുകൾ കേട്ട എല്ലാവർക്കും നന്ദി. നന്ദി സുൽത്താൻ നസീർ സാഹിബ്. സമാധാനത്തിനായുള്ള താങ്കളുടെ പരിശ്രമങ്ങൾക്ക് പ്രയോജനമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ മുഖ്യ അതിഥി ശ്രീകാര്യത്ത് ഒരു ഫംഗ്ഷനിൽ സംബന്ധിക്കുകയായിരുന്നു എന്നാണ് അറിയിച്ചത്. വരുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇന്നത്തെ ചടങ്ങിൻ്റെ അതിഥിയായി എത്തിയിട്ടുള്ള അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ തിരുവനന്തപുരം ചാപ്റ്റർ മിഷണറി മൗലവി മുനവർ അഹമ്മദ് സാഹിബിനെ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. സ്നേഹവും ബഹുമാനവുമുള്ള സദസ്സിലെ വിശിഷ്ട വ്യക്തികളെ, ശ്രോതാക്കളെ, ദൈവത്തിൻ്റെ ശാന്തിയും സമാധാനവും നിങ്ങൾക്കുമേൽ എല്ലായ്പ്പോഴും ഉണ്ടാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിരന്തരമായ അഭയാർത്ഥി പലായനങ്ങളും ആഭ്യന്തര യുദ്ധങ്ങളും വൻ ശക്തികൾ പരസ്പരം കൊമ്പുകോർത്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മുൻ പ്രാസംഗികൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ വേഗത്തിൽ ലോകം ഒരു യുദ്ധത്തിലേക്ക് ഒന്നടങ്കം നീങ്ങുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഗ്രന്ഥത്തിലെ ഏറ്റവും കൂടുതലായി ഉത്കൃഷ്ടമായ രീതിയിൽ എനിക്ക് വായനയിലൂടെ ആസ്വദിക്കാൻ കഴിഞ്ഞ ഒരു ഭാഗത്തെയാണ് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഗ്രന്ഥകർത്താവ് അമേരിക്കൻ പാർലമെൻറ്റിൽ സമാധാന സന്ദേശവുമായി എത്തി പ്രസംഗിക്കുന്ന ഇടയിൽ ആ സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയുണ്ടായി, നിങ്ങളുടെ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി നിങ്ങൾ ആയുധ കച്ചവടമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും അതിൽ നിന്ന് പിന്മാറണമെന്നുമുള്ള വളരെ നല്ല താഴ്മയോടുകൂടിയുള്ള ഒരു അപേക്ഷയായിരുന്നു അദ്ദേഹം അവരുടെ മുമ്പിൽ സമർപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം തീർന്ന അതേ നിമിഷത്തിൽ തന്നെ ആ നാട്ടിലെ മാധ്യമങ്ങൾ അദ്ദേഹത്തെ വളയുകയുണ്ടായി.
എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ പറയുന്നത് ഞങ്ങളുടെ എക്കണോമി ആയുധ കച്ചവടമാണെന്നാണ്. അത് എത്രമാത്രം ശരിയാണ്, നിങ്ങൾക്കെങ്ങനെ അത് പറയാൻ കഴിയുമെന്ന്. അദ്ദേഹം നിഷ്പക്ഷമായി പറഞ്ഞു, ഞാൻ ആരെയും ഭയക്കുന്നില്ല, ഞാൻ സൃഷ്ടാവായ ദൈവത്തെ മാത്രമാണ് ഭയക്കുന്നത്. ഇത് സത്യമായ കാര്യമാണ്, അല്ല എങ്കിൽ നിങ്ങൾക്ക് പരിശോധിക്കാമെന്ന്. മാധ്യമങ്ങൾ ഉടനെ തന്നെ അവിടുത്തെ ഡിഫൻസ് മിനിസ്റ്ററിനെ സമീപിക്കുകയാണ്. ഏഷ്യൻ വംശജനായൊരു നേതാവ് നമ്മുടെ പാർലമെൻറ്റിൽ വന്നുകൊണ്ട് നമ്മൾ ആയുധ കച്ചവടം നടത്തിയാണ് ജീവിക്കുന്നത് എന്ന രീതിയിലാണല്ലോ പറയുന്നത്. ഇതിനെ കൂടുതൽ വഷളാക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും പ്രായത്തിൻ്റെ പക്വതയുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഉടനെ തന്നെ പറഞ്ഞു, ഏഷ്യയിൽ നിന്ന് നിരന്തരമായ പലായനങ്ങളും അതുപോലെ തന്നെ പ്രശ്നങ്ങളും നമുക്കറിയാവുന്നതാണ്. ഈ പ്രശ്നങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പൊതുവെ ഏഷ്യൻ വംശജനായൊരു നേതാവ് നമ്മുടെ പാർലമെൻറ്റിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നത്, നമുക്ക് സ്കൂളില്ല, വാട്ടർ സിസ്റ്റമില്ല, അതുപോലെ തന്നെ നമുക്ക് റോഡ് ശരിയില്ല, ഏതെങ്കിലും രീതിയിൽ അവരുടെ ആവശ്യങ്ങൾ നേടാനുള്ള ശ്രമമാണ് നടത്താറുള്ളത്. ആദ്യമായാണ് ഒരു നേതാവ് നമ്മുടെ പാർലമെൻറ്റിൽ വന്നുകൊണ്ട് നമ്മളെ ചിന്തിക്കുവാനും നമ്മുടെ ആശയത്തെ പരിശോധിക്കുവാനും വേണ്ടിയുള്ള ഒരു ഉപദേശം നൽകിയിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് പഠനം നടത്തണമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഒബാമ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് സംഭവിച്ച ആ സംഭവത്തെക്കുറിച്ചാണ് ഇതിൽ വിവരിക്കുന്നത്. അതിനുശേഷം 12 അംഗ സംഘം അടങ്ങുന്ന ഒരു സംഘം അഹമ്മദിയ ജമാഅത്തിനെ കുറിച്ചും ഈ സംഭവത്തെക്കുറിച്ചും പഠിക്കാൻ തയ്യാറാവുകയും വ്യത്യസ്ത സ്ഥലങ്ങളിൽ അവർ അഹമ്മദിയ ജമാഅത്തിൻ്റെ സെൻറ്ററുകൾ വന്ന് സന്ദർശിക്കുകയും ചെയ്യുകയുണ്ടായി. ഞാൻ പറഞ്ഞു വന്നത്, മുൻ പ്രാസംഗികൻ സൂചിപ്പിച്ചതുപോലെ ജപ്പാനിൽ യുദ്ധം തുടങ്ങുമ്പോൾ ആ ഗവൺമെൻറ് പ്രതീക്ഷിച്ചത് കുറച്ച് ആളുകൾ ഭരിക്കുമെന്നായിരുന്നു. എന്നാൽ 3 ദശലക്ഷം ജപ്പാൻ നിവാസികളാണ് തുടച്ചു നീക്കപ്പെട്ടത്. മാത്രമല്ല ഭാവി തലമുറ, ജപ്പാനി ഭാവി തലമുറയുടെ ജീവിതം തന്നെ വളരെയധികം മോശമായ സാഹചര്യത്തിലേക്ക് മാറ്റിമറിക്കുകയാണ് ചെയ്തത്. ഇപ്പോഴും ജനിക്കുന്ന കുഞ്ഞുങ്ങൾ വ്യത്യസ്തമായുള്ള അംഗവൈകല്യത്തിന് വിധേയമായിട്ടാണ് ജനിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് തന്നെ എൻ്റെ ഒരു സുഹൃത്ത് ജപ്പാനിൽ പഴയ കാലത്തെക്കുറിച്ചൊന്ന് അവരുമായി പങ്കുവെച്ചപ്പോൾ, ജപ്പാനിലെ ഒരു വ്യക്തിയുമായി സംസാരിച്ചപ്പോൾ പറയുന്നത്, അവർക്ക് ആ കാര്യത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ ഭയമാണ്. മാത്രമല്ല അവർ ഒരിക്കലും ഇപ്രകാരമുള്ള ഒരു യുദ്ധം ഭൂമിയിൽ ഉണ്ടാവരുതേ എന്ന് ആഗ്രഹിക്കുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളെല്ലാവരും സുരക്ഷിതരാണെന്നുള്ള ഒരു ചിന്തയാണ് നമ്മളെ ഇത്തരം മറ്റു കാര്യങ്ങളിലേക്കുള്ള ശ്രദ്ധ തിരിച്ചുവിട്ടിരിക്കുന്നത്. മുൻ പ്രാസംഗികൻ പറഞ്ഞതുപോലെ കൊറോണ കാലം നമ്മുടെ കണ്ണിൽ നിന്ന് അകന്ന് അല്പം നാളുകൾ മാത്രമാണ് ആയിട്ടുള്ളത്. ഒരു ആണവ യുദ്ധം സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് ഈ ഭൂമുഖത്ത് സംഭവിക്കാൻ പോകുന്നത് എന്ന് ലളിതമായി ഒന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. സൂര്യനിൽ നിന്ന് രശ്മി ഭൂമിയിലേക്ക് എത്താൻ 7 മിനിറ്റും ഏതാനും സെക്കൻഡുകൾ മാത്രമാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു റേഡിയോ റിയാക്ടറിൽ നിന്നു വരുന്ന ഏതെങ്കിലും രീതിയിലുള്ള ഗാമ റൈസ് പുറപ്പെടുകയാണെങ്കിൽ അതും സമാനമായ സമയം കൊണ്ട് തന്നെ ഭൂമിയിൽ ഉടനീളം എത്തിപ്പെടുന്നതാണ്. ആധുനിക കാലത്ത് ഉപയോഗിക്കുന്ന ഫ്യൂഷൻ ബോംബുകൾ, ന്യൂക്ലിയർ ബോംബുകളെല്ലാം പണ്ട് കാലത്ത് ഹിരോഷിമയിലും നാഗസാക്കിയിലും ഉപയോഗിച്ച ബോംബിനേക്കാൾ 1000 മടങ്ങ് പ്രഹരശേഷിയുള്ളതാണെന്നും കൂടി നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഏതെങ്കിലും ഭൂമുഖത്തെ ഈ ആയുധം ഉപയോഗിക്കുകയാണെങ്കിൽ അതോടുകൂടി അതിൻ്റെ സൈഡ് എഫക്റ്റ് ഭൂമുഖത്തുള്ള സർവ്വജീവജാലങ്ങളും ഒരുപോലെ അനുഭവിക്കേണ്ടി വരും എന്നൊരു യാഥാർത്ഥ്യം കൂടി നിങ്ങൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ആഗോള പ്രതിസന്ധിയെ ചർച്ച ചെയ്യുമ്പോൾ തീർച്ചയായും ആണവ ശക്തിയെക്കുറിച്ചും ആണവ ആയുധത്തെക്കുറിച്ചും തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ഗ്രന്ഥകർത്താവ് തൻ്റെ ഈ ഗ്രന്ഥത്തിൽ
10 പ്രധാനപ്പെട്ട പോയിന്റിലേക്കാണ് ജനമനസ്സുകളെ തിരിച്ചുവിട്ടിട്ടുള്ളത്. അതിൽ 5-ാമതായി പറയുന്നത് ആയുധ കച്ചവടം നിരുത്സാഹപ്പെടുത്തുക എന്നുള്ളതാണ്. വീണ്ടും പറയുന്നത് അണുവായുധം ഇല്ലായ്മ ചെയ്യുക എന്ന്. നിർബന്ധ സാഹചര്യത്തിൽ മനുഷ്യൻ അവൻ്റെ കയ്യിലുള്ള എന്താണ് അവൻ ഉപയോഗിക്കാൻ കഴിയുന്നത് അതെടുത്ത് ഉപയോഗിച്ച് കഴിയുന്ന ഒരു പ്രകൃതമാണ് മനുഷ്യനുള്ളത്. നമുക്കറിയാം, റഷ്യ ഉക്രൈൻ സംഘർഷം നിലനിൽക്കുന്നു. നിരന്തരം വാണിങ്ങുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അണുവായുധം ഞാൻ ഉപയോഗിക്കുമെന്നുള്ള രീതിയിലുള്ള വാണിങ്ങോടുകൂടി റഷ്യ മുന്നോട്ട് വരുന്നു. ആയതിനാൽ ഈ സായം സന്ധ്യയിൽ സമാധാനത്തിന് വേണ്ടി നാം ഓരോരുത്തരും അധ്വാനിക്കേണ്ടത് ആവശ്യമാണ്. റൂട്ട് ലെവലിൽ നിന്ന് ഹൈ ലെവൽ വരെ ഈ സന്ദേശം ജനമനസ്സുകളിലേക്ക് എത്തിക്കേണ്ടത് ആവശ്യമാണ്. ആ ഉദ്യമം തന്നെയാണ് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ 5-ാമത്തെ ഖലീഫ മിർസ മസ്റൂർ അഹമ്മദ് 10-18 വർഷമായി നടത്തി വരുന്നത്. സാധാരണ ജനങ്ങളായ നമ്മൾക്ക് പെട്ടെന്ന് ചിന്ത വന്നേക്കാം, ഈ തിരുവനന്തപുരം KLIBF ഇരുന്നു കൊണ്ട് ഈ സമാധാനത്തിൻ്റെ ചർച്ച കൊണ്ട് എങ്ങനെയാണ് ലോകത്ത് ഒരു ശാന്തിയും സമാധാനവും നിലനാട്ടാൻ കഴിയുക, ഒരു മഹായുദ്ധത്തെ എങ്ങനെ തടയാൻ കഴിയുമെന്നുള്ള ഒരു ചിന്ത ഉദിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ തിരുവനന്തപുരം എന്ന ഈ നാട്ടിൽ മാത്രമല്ല ഇത്തരം ചർച്ചകൾ നടക്കുന്നത്. ലോകത്ത് 202 രാഷ്ട്രങ്ങളിൽ അഹമ്മദിയ ജമാഅത്തിൻ്റെ ഇത്തരം ചർച്ചകൾ തുടർന്നുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. മുൻ പ്രാസംഗികൻ പറഞ്ഞതുപോലെ ഈ ഗ്രന്ഥം 108ഓളം ഭാഷകളിൽ ഇപ്പോൾ ലഭ്യമാണ്. മാത്രമല്ല മറ്റു ഭാഷകളിലേക്കും വിവർത്തനം ചെയ്തുകൊണ്ട് എല്ലാ മേഖലയിലുള്ള ആളുകളേക്കും എത്തിക്കുന്നു. ഞാൻ നേരത്തെ നിങ്ങൾ മുമ്പിൽ വെച്ച ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് കടക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, റഷ്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും 99% ജനങ്ങളും തിരിച്ചറിയുകയാണ്, യുദ്ധം കൊണ്ട് ഒന്നും തന്നെ നേടാൻ കഴിയുകയില്ല, മനുഷ്യവംശത്തിന് നാശമല്ലാതെ ഒന്നും തന്നെ ഇല്ല എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞ് ശക്തമായ രീതിയിൽ യുദ്ധം വേണ്ട എന്ന് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ആ രാജ്യത്തിന് യുദ്ധം ചെയ്യാൻ കഴിയുകയില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഈ ശ്രമമാണ് നാം നടത്തുന്നത്. ഓരോ ജനമനസ്സുകളിലേക്കും യുദ്ധവിരുദ്ധ വികാരത്തെ എത്തിച്ചു കൊടുക്കുക, സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും സന്ദേശം എത്തിക്കുക എന്ന ഉദ്യമമാണ് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ ഈ ബുക്ക് മുഖേന ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നത്. പ്രിയ ശ്രോതാക്കളെ, നമ്മൾ ഈ സന്ദേശത്തെ ഉൾക്കൊണ്ടാൽ മാത്രം പോരാ, ഇതിനെക്കുറിച്ച് കൂലങ്കഷമായി പഠിക്കുകയും മാത്രമല്ല ഈ വിഷയത്തെ ജനമനസ്സുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടത് ഈ കാലഘട്ടത്തിൽ അത്യാവശ്യമാണ്. അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് വ്യത്യസ്തമായ സിംപോസിയങ്ങൾ നടത്തിക്കൊണ്ട് ഈ സമാധാന സന്ദേശം ലോകത്തിൻ്റെ ഓരോ കോണിലും എത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നിങ്ങൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ആയതിനാൽ നമ്മുടെ വിശിഷ്ട അതിഥി എത്താമെന്ന് പറഞ്ഞ് ചില പ്രത്യേക സാഹചര്യം കാരണത്താൽ അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം ഈ ഗ്രന്ഥത്തെ നല്ല രീതിയിൽ പഠിക്കുകയും അവതരിപ്പിക്കാൻ വേണ്ടി തയ്യാറാകുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. നമ്മളുമായി വളരെയധികം അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ചില തടസ്സങ്ങൾ കാരണത്താൽ എത്താൻ കഴിഞ്ഞില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആയതിനാൽ ഈ വൈകിയ വേളയിൽ നിങ്ങളുമായി ഈ സമാധാന സന്ദേശത്തിൻ്റെ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങി, നമ്മുടെ നാട്ടിൽ നിന്ന് തുടങ്ങി, നമ്മുടെ രാജ്യത്തിൽ നിന്ന് തുടങ്ങി ലോകത്തിലേക്ക് ഈ സമാധാന സന്ദേശം എത്തിക്കുവാനും ജനമനസ്സുകളിൽ നിന്ന് യുദ്ധവിരുദ്ധ വികാരം സൃഷ്ടിച്ചുകൊണ്ട് പരിപൂർണമായി ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഒരു ഭൂമി സൃഷ്ടിക്കാനും നമുക്കെല്ലാവർക്കും ദൈവം തമ്പുരാൻ അനുഗ്രഹിച്ച് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് വിനീതമായി പ്രാർത്ഥിക്കുന്നു. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യോഗ നടപടികളിൽ പങ്കെടുത്ത കോഴിക്കോട് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ മിഷണറി സുൽത്താൻ നസീർ സാഹിബ്, അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ തിരുവനന്തപുരം ചാപ്റ്റർ മിഷണറി മൗലവി മുനവർ സാഹിബ്,
വേദിയെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമാക്കിയ എറണാകുളം അമീർ അബൂബക്കർ സാഹിബ്, തിരുവനന്തപുരം ചാപ്റ്റർ പ്രസിഡന്റ് മുസഫർ അഹമ്മദ് സാഹിബ്, എല്ലാവർക്കും ദൈവം നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾക്ക് പ്രയോജനം നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി.